നമസ്കാരം. 2025 ശനിമാറ്റം. ശനി രാശി മാറുമ്പോൾ പുണർദം നക്ഷത്രക്കാർക്കുണ്ടാകുന്ന ശനിമാറ്റം എന്താണെന്ന് നോക്കാം. മിഥുനം രാശിയിൽ ഉൾപ്പെട്ടു വരുന്ന പുണർദം നക്ഷത്രക്കാർക്ക് മാത്രമാണ് കണ്ടകശനി ദോഷം വരുന്നത്. എന്നാൽ കർക്കിടകൻ രാശിയിൽ നിൽക്കുന്ന പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന കാൽപാദത്തിന് ശനിദോഷം വരുന്നില്ല. കണ്ടകശനി ദോഷമാണ് പുണർദം നക്ഷത്രക്കാർക്കുള്ളത്. എന്നാൽ മിഥുനം രാശിയിൽ വരുന്ന പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ പാദം മാത്രം കണ്ടകശനി ദോഷം വരികയും തുടർന്നുള്ള അവസാനത്തെ കാൽപാദം കണ്ടകശനി ദോഷത്തിൽ നിന്നും മാറുകയും ചെയ്യുന്നു. ഈ ദോഷസമയത്ത് നമുക്ക് കർമ്മരംഗത്താണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. പ്രൈവറ്റ് മേഖലയിൽ ജോലി ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജോലിയിൽ ചിലപ്പോൾ മാറ്റം വരിക, സ്ഥലം മാറ്റം, നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ നിങ്ങൾക്ക് അനുയോജ്യമായ സ്ഥലത്തോട്ട് നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്ന സ്ഥലത്തോട്ട് ജോലിയിൽ മാറ്റം വരേണ്ടി വരിക, നമ്മൾ ആ ജോലി ഉപേക്ഷിക്കുന്നൊരവസ്ഥ, അല്ലെങ്കിൽ ജോലിയിൽ വരുമാനം കുറയുന്നൊരവസ്ഥ, അല്ലെങ്കിൽ വരുമാനം കൂടുതൽ ലഭിക്കും എന്ന് കാത്തിരുന്നിടത്ത് നിന്നും നിങ്ങൾക്കത് ലഭിക്കാതെ വരുന്നൊരവസ്ഥ, ഇങ്ങനെയൊക്കെ ഒരുപാട് നെഗറ്റീവായ അനുഭവം മിഥുനം രാശിയിൽ പെട്ടു വരുന്ന പുണർദം നക്ഷത്രക്കാർക്ക് അനുഭവിക്കേണ്ടി വരും. കൂടാതെ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ സാധിക്കാതെ അവർക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടാതെ ഒതുങ്ങേണ്ടി വരുന്നൊരവസ്ഥ, വിദ്യാർത്ഥികൾക്ക് തൻ്റെ പഠനം അവർ ആഗ്രഹിക്കുന്ന മേഖലയിൽ എത്തിച്ചേർക്കാൻ പറ്റാത്ത രീതിയിലുള്ള തടസ്സങ്ങൾ, ഇവയെല്ലാം ഈ വരുന്ന 2025 മാർച്ച് 29 ശേഷം മിഥുനം രാശിയിൽ വരുന്ന പുണർദം നക്ഷത്രത്തിൻ്റെ ആദ്യ മുക്കാൽ പാദത്തിൽ ജനിച്ചവർക്ക് ഈ ദോഷങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്നാൽ ഈ ഒരു കാലഘട്ടത്ത് നിങ്ങൾ അയ്യപ്പ സ്വാമിയെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക, പൂജിക്കുക, ഭഗവാന് നെയ്വിളക്ക് കഴിപ്പിക്കുക, നീരാഞ്ജനം കഴിപ്പിക്കുക, വഴിപാട് കഴിപ്പിക്കുക ചെയ്ത് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ദോഷങ്ങൾക്കൊരു മാറ്റമുണ്ടാകാൻ സാധിക്കും. തുടർന്ന് കർക്കിടകൻ രാശിയിൽ പെട്ടു വരുന്ന പുണർദം നക്ഷത്രത്തിൻ്റെ അവസാന കാൽപാദത്തിന് ദോഷങ്ങൾ വരുന്നില്ല. നേരത്തെ ഉണ്ടായിരുന്ന ദോഷം മാറുകയും ജീവിതം സന്തോഷകരമായി ആനന്ദത്തോടുകൂടി മുന്നോട്ട് കൊണ്ടുപോകാനും സാധിക്കും. ഈ പുണർദം നക്ഷത്രം, നിങ്ങളിപ്പോൾ ഒരു പുണർദം നക്ഷത്രക്കാരനാണ്, നിങ്ങൾക്ക് ഏത് രാശിയിൽ ജനിച്ചതെന്ന് അറിയില്ല. അപ്പോൾ ആ രാശിയുടെ ഫലങ്ങൾ ഇപ്പോൾ എങ്ങനെയാണ്, ഇതൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കൂ. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.